Hello guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് PVC പൈപ്പ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ്. ഇതിനു മുമ്പ് നമ്മൾ PVC പൈപ്പ് വെച്ചിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ടേബിളാണ് ഇത്. നമുക്ക് നല്ല ഫീഡ്ബാക്കാണ് തന്നെ. എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താങ്ക് യു. ടെക്നിക്കൽ ഒരു ഫോൾട്ട് അതിൽ സംഭവിച്ചിരുന്നു. വോയിസ് ഒരു ചെറിയൊരു സ്ക്രാമ്പിൾഡ് ആയി അത് ചൂണ്ടിക്കാണിച്ച എല്ലാവരോടും പ്രത്യേകം താങ്ക്സ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഹോം മെയ്ഡ് ഷൂ റാക്ക് നമുക്ക് തയ്യാറാക്കാം. ആവശ്യമായ സാധനങ്ങളാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. തുടങ്ങല്ലേ. മെയിനായിട്ട് നമുക്ക് എൽബോസ് വേണം. ഒരു 16 എൽബോ വേണം. ഒരു 14 ടീ വേണം. പിന്നെ ഒരു ഫുൾ ലെങ്ത്ത് ഒരു 5 മീറ്റർ പൈപ്പ്. പിന്നെ ആ പൈപ്പിൽ നിന്ന് ചെറിയ കഷ്ണങ്ങൾ ഇതുപോലെ മുറിച്ചെടുത്ത് നമുക്ക് വേണം. കാരണം ഇതുപോലെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എത്ര വേണോ അത്രയും ആവശ്യമുള്ള ലെങ്ത്തുകളിൽ പൈപ്പുകൾ മുറിച്ച് തയ്യാറാക്കി വയ്ക്കുക. ഈ ചെറിയ കഷ്ണം കാണിച്ചിരിക്കുന്നത് നമുക്ക് ഹൈറ്റിന് വേണ്ടിയിട്ട്, അതായത് എത്ര സ്റ്റെപ്പുകൾ ഉണ്ടാക്കുന്നു അത്ര സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഒരു സ്റ്റെപ്പാണെങ്കിൽ നമ്മൾ 2 പീസ് മതി, 2 സ്റ്റെപ്പാണെങ്കിൽ 4. അങ്ങനെ ഈച്ച് സ്റ്റെപ്പിലേക്കും നമുക്ക് ഓരോ വശത്തേക്ക് ഓരോന്ന് വീതം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ബേസ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ടീ എടുത്ത് നമ്മൾ ലെങ്ത്ത് എത്ര വേണോ അതുപോലെയുള്ള ഒരു പീസ് അതിനകത്ത് കണക്ട് ചെയ്യുക. 2 വശത്തേക്കുള്ളത് അതുപോലെ കണക്ട് ചെയ്യുക. നമ്മൾ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ വെച്ച് അത് ലെവലൊന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ബേസിലേക്ക് ഇനി ബാക്കി വേണ്ടത് സൈഡ് കവർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓരോ പീസുകൾ എടുക്കുക, ജോയിൻ ചെയ്യാനുള്ള ചെറിയ പീസ് അതിനുള്ളിൽ വെക്കുക. ഇതിപ്പോൾ ഈ ടീ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് മുകളിലേക്കുള്ളതാകുമ്പോൾ ഇതേപോലെ പൊസിഷനിങ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ഒട്ടിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഫിറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ബേസ് തയ്യാറാക്കി. ഈ ബേസിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഈ കാണുന്ന 1, 2, 3, 4 ഈ പോർഷൻസാണ് നമുക്കിപ്പോൾ ബേസായിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ലെവലായിരിക്കണം. ഇനി നമ്മൾ മുകളിലേക്ക് ബിൽഡ് ചെയ്യാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പിലേക്ക് 2 പീസ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് നമ്മുടെ സൗകര്യത്തിനും പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ, കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓരോ പീസ് വെക്കുമ്പോഴും നമ്മളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുള്ള വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പീസുകളായിരിക്കണം വേണ്ടത്. അടിയിലൊരു വിഡ്ത്ത് മുകളിലൊരു വിഡ്ത്ത് ആയി കഴിഞ്ഞാൽ ഷൂറാക്ക് കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോക്കുക. ഇതുപോലെ നമ്മൾ ഓരോന്നും ബിൽഡ് ചെയ്ത് മുകളിലോട്ട് കയറ്റുക. എത്ര തട്ടുകൾ വേണം അത്രയും നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് 3 തട്ടുകളും പിന്നെ ഏറ്റവും മുകളിലൊരു ടോപ്പും, അതായത് ജസ്റ്റ് ഒരു ഷീറ്റ് ഇട്ടിട്ട് ഒരു ടോപ്പാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമ്മളെല്ലാ പീസുകളും നമ്മളുടെ ലെങ്ത്ത് എത്ര വേണം അതിനുള്ള പീസുകൾ അസംബിൾ ചെയ്യുക. ഇപ്പോൾ വെക്കുന്ന എൽബോ അതാണ് നമുക്ക് ബേസായിട്ട് വരിക. നമ്മളത് വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി അഴിച്ച് കാണിച്ചിരിക്കണം. പിന്നെ ഇത് ഇപ്പോൾ ഈ കാണിക്കുന്ന ഷേപ്പ് ഇപ്പോൾ താഴത്തെ ഒരു അതേ ഈ കാണിക്കുന്ന ഷേപ്പ് തന്നെ മുകളിൽ, അങ്ങനെ ഇവിടെ 3 സൈഡ് വേണം. അതേപോലെ തന്നെ മുകളിൽ നമ്മുടെ ഷൂ റാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് ചെരുപ്പ് വെക്കുന്ന സ്ഥലം. അതിനായിട്ട് ഇത് ഹോൾസോ എന്ന് പറയും. അത് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു തട്ടിൽ ഒരു വശത്ത് 2 ഹോളും മറ്റേ വശത്ത് 2 ഹോളും, അങ്ങനെ 3 തട്ടുകളിലും നമുക്ക് ഡ്രില്ല് ചെയ്യണം. ആ ഡ്രില്ല് ചെയ്യുമ്പോൾ പൈപ്പ് കടത്തി പോകാനുള്ള ഡയമീറ്റർ വേണം. അതിനാണ് ഇപ്പോൾ ഈ ഹോൾസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 1/2 ഇഞ്ചിൻ്റെ പൈപ്പുകളാണ് ക്രോസ് ചെയ്തിട്ട് ഇടാൻ പോകുന്നത്. ഒരു തട്ടിലേക്ക് അത് എന്നിട്ട് 2 വശത്തു നിന്നും എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഊരിയെടുക്കാം. ഇനിയിപ്പോൾ ഈ പൈപ്പ് ഇടുമ്പോൾ കോസ്റ്റ് കുറച്ചും കൂടി കൂടും. നമ്മുടെ പൈപ്പ് ഇടുന്നില്ലെങ്കിൽ ഷീറ്റ് ഇട്ടാലും മതി. കുറച്ചും കൂടി അപ്പിയറൻസ് വൈസ് റിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പൈപ്പുകൾ ഇടുന്നത്. അത് ഒരു തട്ടിലേക്ക് 2 പൈപ്പാണ് വേണ്ടത്. അപ്പോൾ 3 തട്ടാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഏറ്റവും മുകളിൽ ഷീറ്റ് ഇടുന്നു. അപ്പോൾ 3 തട്ടിലേക്ക് നമുക്ക് 6. നമുക്ക് ഡ്രില്ല് ചെയ്യാം. എന്തായാലും ഡ്രില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൈ ഓട്ടയാവരുത്, ഗ്ലൗസ് ഇടാൻ മറക്കരുത്. അതുപോലെ ഇതിനകത്ത് ഡ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ആ പ്ലാസ്റ്റിക് പീസ് കുടുങ്ങിയിരിക്കും, അത് എടുത്ത് കളയുക. മൊത്തത്തിൽ ഒരു തട്ടിൽ 2 ഹോള്, അങ്ങനെ മൊത്തം 12 ഹോളുകൾ നമ്മൾ ഡ്രില്ല് ചെയ്തു. ഇനി അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കാതും അപ്പോഴും കൈ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ച PVC പൈപ്പുകൾ അതിനകത്തോടെ കടത്തി വിട്ടിട്ട് എൻഡ് ക്യാപ്പ് വെച്ചിട്ട് ലോക്ക് ചെയ്യുക. ഇപ്രകാരം ലോക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഫ്ലോറിലേക്ക്, അതായത് ഒരു തട്ടിലേക്ക് 2 പൈപ്പാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ചെരുപ്പ് എന്തായാലും താഴെ വീഴാതിരിക്കും.
ഇപ്രകാരം എല്ലാ തട്ടുകളിലും പൈപ്പ് കയറ്റുക. 6 പൈപ്പുകളും ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഷൂ റാക്ക് റെഡി. ഇതാണ് ഇതിൻ്റെ സൈഡ് സ്ട്രക്ചർ കാണിക്കുക. അത് എൻഡ് ക്യാപ്പ് വെച്ചിട്ട് അടച്ചു 2 വശത്തും. പിന്നെ ഇതിൻ്റെ ഓരോ ജോയിൻറ്റുകളും നമുക്ക് ഗ്ലൂ വെച്ചിട്ടിടാം, അടയ്ക്കാം. അത് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് പിന്നീട് അടയ്ക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് സമയം കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രകാരം ഗ്ലൂ ഇടാതെ കാണിച്ചിരിക്കുന്നത്. നമ്മളതൊരു വെയിറ്റ് ബാലൻസിങ് ഒക്കെ നോക്കി. ഡ്രില്ല് അത്യാവശ്യം വെയിറ്റുള്ള ഡ്രിൽ ഗണ്ണാണ്. അത് നമ്മളിപ്പോൾ സൈഡിലും എൻഡിലും അതിൻ്റെ ഒരു വശത്ത് മാത്രമൊക്കെ ആയിട്ടിട്ട് നോക്കുമ്പോൾ ടേബിൾ മറയുകയോ ചെരിയുകയോ ചെയ്യുന്നില്ല. അതിൻ്റെ ഡിസൈനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ടുകൂടി പണിയാം. അതിന് പക്ഷേ നമ്മൾ സൈഡിൽ നിന്ന് ഡ്രില്ല് ചെയ്യില്ല. ACPയുടെ ഒരു ഷീറ്റാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ACP ഷീറ്റ് വെച്ച് അത് കറക്റ്റ് പൊസിഷനിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രില്ല് ചെയ്തിട്ട് ഉറപ്പിക്കാം. അത് നമ്മൾ സ്ക്രൂ ചെയ്ത് എല്ലാം ഒന്നുകൂടി ടൈറ്റ് നോക്കി നമ്മൾ കഴിഞ്ഞു. മനോഹരമായ ഹോം മെയ്ഡ് ഷൂ റാക്ക് റെഡി. അപ്പോൾ നമ്മുടെ ഷൂ റാക്ക് ഉണ്ടാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ തന്നതാട്ടോ. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഇനിയും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സ് ലേഡീസായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സജഷൻസ് കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.